പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വർഷം 6000 രൂപ 2000 രൂപ വീതം 3 ഗഡുക്കളായി ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവരും ഇനി അപേക്ഷിക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. ഈ പദ്ധതിയിൽ അപേക്ഷിച്ചവർ നിങ്ങൾ ഇപ്പോൾ ഈ പദ്ധതിയിൽ അംഗമാണോ, അതോ നിങ്ങളുടെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആനുകൂല്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റുണ്ടോ, ഇതെല്ലാം നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതെങ്ങനെ പരിശോധിക്കാം? നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം pmkisan.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. അപ്പോൾ ഇതതിൻ്റെ മെനുവിൽ വരുന്ന സംഗതികളാണ്. ഹോം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലോഗിൻ ചെയ്യേണ്ടത് ഓഫീസാണ്. അതാത് ഓഫീസുകൾക്കാണ് ഇതിന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു കർഷകൻ്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ മെനു ബാറിൽ കാണുന്ന ഫാമേഴ്സ് കോർണറിലോട്ട് വരിക. അതിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ബെനിഫിഷ്യറി സ്റ്റാറ്റസ്. അപ്പോൾ ഈ തുറന്നു വരുന്ന ഈ വിൻഡോയിൽ അവിടെ ആധാർ നമ്പരോ ബാങ്ക് അക്കൗണ്ട് നമ്പരോ മൊബൈൽ നമ്പരോ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ അപേക്ഷൻ്റെ പേര് അതിൻ്റെ അകത്തുണ്ടാവും, മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് ഉണ്ടാവും, ആധാർ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കൗണ്ട്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ വില്ലേജ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം, IFSC കോഡ്, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. അതിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ്. ഇത് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ക്യാഷ് വന്നിട്ടുള്ള ഡീറ്റെയിൽസാണ് താഴെ കാണിച്ചിരുന്നത്. പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടുള്ളത്, ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കൗണ്ട് ആയിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ക്രെഡിറ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്ത UTR നമ്പർ ഉണ്ടാകും. അതേപോലെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇതിപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത ആൾക്ക് 4ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടില്ല, അതേപോലെ 5ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധാർ സ്റ്റാറ്റസും PFMS ഓർ ബാങ്ക് സ്റ്റാറ്റസും ആണ്. ബാങ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ബാങ്ക് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുത്ത ഓഫീസിൽ പോയിട്ടാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ആധാർ നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫാമേഴ്സ് കോർണറിൽ വരിക, എഡിറ്റ് ആധാർ ഫെയിലിയർ റെക്കോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പണായി വരുന്ന വിൻഡോയിൽ എൻ്റർ ആധാർ നമ്പർ എന്ന കോളത്തിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിന് താഴെ വലത് സൈഡിൽ കാണുന്ന ടെക്സ്റ്റ് ഇമേജ് ഉണ്ട്, അതിലോട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ കറക്റ്റഡ് എന്ന് കാണിക്കും. നമ്മുടെ ആധാർ ഫെയിലിയർ ആണെങ്കിൽ നമ്മുടെ വിൻഡോയിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടാവും. അതിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അപേക്ഷകൻ്റെ പേര് ആധാറിൽ എങ്ങനെയാണോ എൻ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത കോളത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും. ആ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൽ തെറ്റുണ്ടെങ്കിലോ ന്യൂ മൊബൈൽ നമ്പർ എന്നൊരു കോളം കാണും. അതിനുള്ളിൽ പുതിയ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റേണ്ടതില്ല എങ്കിൽ നിങ്ങളുടെ നിലവിലെ നമ്പർ തന്നെ ന്യൂ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോഴേക്കും അത് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഓൺലൈനായി അപേക്ഷ കൊടുക്കാൻ താല്പര്യമുള്ളവരെ ഫാമേഴ്സ് കോർണറിൽ ന്യൂ ഫാമേഴ്സ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ആധാർ നമ്പരും ഇമേജ് ടെക്സ്റ്റും എൻ്റർ ചെയ്ത് ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ വരുന്ന കമൻറ്റ് ബോക്സ് ഓക്കെ കൊടുക്കുക. വേറൊരു കമൻറ്റ് ബോക്സ് കൂടെ വരും, അതിൽ എസ് കൊടുക്കുക. വരുന്ന വിൻഡോയിൽ നമ്മുടെ സ്റ്റേറ്റ്, വില്ലേജ്, ബ്ലോക്ക്, ഫാമേഴ്സ് നെയിം തുടങ്ങിയ എല്ലാ കോളങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനം സെൽഫ് ഡിക്ലറേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചതായി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അപേക്ഷ ഓൺലൈനിൽ ആയതേ ഉള്ളൂ. നിങ്ങളുടെ അപേക്ഷ അപ്രൂവൽ ചെയ്യേണ്ടത്
നിങ്ങളുടെ കൃഷിഭവനുകളാണ്. ഉടൻ തന്നെ നിങ്ങളെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.